സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ അവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ ഇഴഞ്ഞു പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് ഇന്നും കടുത്ത സമര രീതികളാണ് പ്രയോഗിക്കുന്നത്. പോലീസിലെയും സൈന്യത്തിലെയും കടുത്ത പരിശീലന രീതിയായ രണ്ട് കൈകൾ കൊണ്ട് മണ്ണിൽ ഇഴഞ്ഞാണ് രാവിലെ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ഈ ഉദ്യോഗാർത്ഥികളുടെ ശയനപ്രദക്ഷിണം, അതുപോലെ ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള പ്രതിഷേധവുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ കൈകൾ കൊണ്ട് മണ്ണിൽ ഇഴഞ്ഞാണ് ഇന്നത്തെ പ്രതിഷേധം നടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയകുമാർ, പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. വിവരങ്ങൾ അജീഷ്. റീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 11ാമത്തെ ദിവസം സമരം തുടങ്ങി. ആ ദിവസമാണ് ഇത്രയും വേദനയുള്ള ഒരു പരിശീലന മുറ, അതാണ് ഈ സമരമായി ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം തുടങ്ങി 7ാം ദിവസം പിന്നിടുമ്പോൾ സമരത്തിന്റെ രൂപമാറ്റമാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവരുടെ ലിസ്റ്റിന് കാലാവധിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ കിട്ടുക, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ പലരും ഈ ഇഴഞ്ഞ് കൈ കാൽ മുട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ നടപ്പാതയിലൂടെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. അതിൽ പലരും പൊട്ടിക്കരയുന്നുണ്ട്. അത്രയധികം വേദന സഹിച്ചുകൊണ്ടാണ് പലരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയധികം ദിവസം സമരം ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങൾ എവിടുന്ന കാരണം കാരണം 11 ദിവസമായി റീജിത്ത് ഇവർ ഈ സമരം ചെയ്തിട്ട്. കാരണം ഇവർ ഇതുവരെയ്ക്ക് ആരും സർക്കാർ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലർക്കും പല ആക്ഷേപങ്ങളുണ്ട്. കാരണം ഇത്രയധികം വേദന സഹിച്ച് ഈ സമരം ചെയ്തിട്ടും ഇവരാരും തന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. പലരും ഈ നിരാഹാര സമരം നടത്തി, എന്നിട്ടും ചർച്ചയ്ക്ക് വിളിച്ചില്ല. ആകെ 200 ചില്ലാനം ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയ്ക്ക് ആ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയത്. നമുക്കിപ്പോൾ CPOമാരോട്, നിങ്ങൾ ഈ സമരം തുടങ്ങി ഇത്ര ദിവസമായി ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഈ സമര രീതി മാറ്റുന്നതിൻ്റെ ഒരു കാരണം എന്താ? ഞങ്ങൾ ഒരു 2022 വന്ന നോട്ടിഫിക്കേഷനാണ്. 3 വർഷം ഇതുവരെയ്ക്കും സമരത്തിന് ചർച്ചയൊന്നും വിളിച്ചില്ലായിരുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ വീട്ടിലൊരു അവസ്ഥ എങ്ങനെയാണ്? ജോലിയില്ലാതെ മുന്നോട്ട് പോകാനാകുമോ? കാസർഗോഡ് നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ആവശ്യം. ജോലി അത്ര അത്യാവശ്യമാണ്. ഞങ്ങൾ ഈ ഫുട്പാത്തിൽ കിടന്ന് നിരങ്ങുന്ന പോലെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കണ്ണീരണ്ടിട്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് അത്രയധികം പറ്റണില്ല. കാരണം ഞങ്ങൾ എത്ര ദിവസം ഈ 7ാമത്തെ ദിവസമായിട്ട് ഈ ഫുട്പാത്തിലാണ്. ഫുഡും വെള്ളവും ഒന്നും പ്രോപ്പറായിട്ട് പോലും കിട്ടാണ്ട് ഈ വെള്ള ചുട്ടുപൊളി ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റണില്ല. പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവിൽ കിടക്കുന്നത്, അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാത്തത്. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരങ്ങാൻ പോലും പറ്റണില്ല ഇവിടുന്ന്. ശരിക്കും ഫുട്പാത്തിൽ എല്ലാവരും തുപ്പി അത്രയും ഹീനമായ ഒരു സാഹചര്യത്തിൽ പോലെ ഞങ്ങൾ താഴെ കിടന്ന് നിരങ്ങാണ്, പറ്റണില്ല ഞങ്ങൾക്ക്. ഈ ഫിസിക്കൽ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഒരുപാട് മാസം ട്രെയിൻ ചെയ്തിട്ടാണ്, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായിട്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നത്. എന്നിട്ടും നിങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് എത്ര പേർക്കാണ് നിയമനം കിട്ടിയത്? നമുക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. ജില്ലയിൽ 14 ജില്ലകളിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ. നമുക്ക് സത്യം പറയാൻ 964 പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ 232 ഫ്രഷ് വേക്കൻസി, അതിൽ നിന്നുള്ള 60 എൻജേഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എല്ലാ വർഷവും 90% നിയമനം ലഭിക്കുന്ന ലിസ്റ്റാണ്. പിന്നെ ഞങ്ങളോട് മാത്രം എന്ത് ഈ അനീതി? വേക്കൻസി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേക്കൻസി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ട്? എത്ര നാളത്തെ കഷ്ടപ്പാടാ, പറ്റണില്ല ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ലിസ്റ്റിന് കാലാവധിയുള്ളൂ. നിങ്ങൾ സമരവുമായി മുന്നോട്ട് തന്നെ പോകാനാണ്? നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നത്. മുറിഞ്ഞിട്ടുണ്ട്, നല്ല വേദന എടുക്കുന്നുണ്ട്, അറിയൂല ഞങ്ങൾക്ക്. ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർ സഹിക്കൂല. പക്ഷെ ഞങ്ങൾ അത്രയധികം എഫേർട്ട് എടുത്തൊരു ലിസ്റ്റായത് വെറുതെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഒക്കില്ല.